എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. ഇങ്ങനെ ഒരു ഈവനിങ് സ്നാക്ക് മിക്കവാറും പലരും കണ്ടിട്ടുണ്ടാവില്ല. ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറ്റവും സാധാരണയായിട്ടുള്ള ഈന്തപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ബേക്കറികളിലൊക്കെ പല ക്വാളിറ്റിയിലുള്ള ഈന്തപ്പഴം നമുക്ക് മേടിക്കാൻ കിട്ടും. അതിലേറ്റവും സാധാരണയായിട്ടുള്ള ക്വാളിറ്റിയുള്ള ഈന്തപ്പഴമാണ് ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈന്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ കോട്ടിങ്ങിന് മധുരമില്ലെങ്കിലും കുഴപ്പമില്ല. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ നല്ലവണ്ണം കുറച്ച് സമയം ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്കിന് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്ന ഈ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഈന്തപ്പഴം ഓരോന്നായിട്ട് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ആദ്യം കുറച്ച് മാവ് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടായോ എന്ന് മനസ്സിലാകും. ഈ പൊങ്ങി വരുന്ന സമയത്ത് എണ്ണ ചൂടായെന്ന് മനസ്സിലാക്കാം. ഇനി ഈന്തപ്പഴം ഓരോന്നായിട്ട് ബാറ്ററിൽ കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ഡിഫറൻറ്റും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. മാത്രമല്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.